മേക്ക് ഓവർ നടത്തി തരികയും ചെയ്ത ഒരു സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യുന്ന പോലെ ആയിപ്പോയി രേണുസുധീർ അവിടെ ഇരുന്ന് ലൈവിൽ ഇരുന്നുകൊണ്ടുള്ള ആ സംസാരം എന്ന് പറയുന്നത്. അവർക്കും ഇപ്പൊ കിട്ടിയത് എന്താണ്? ആഹാ, നല്ല ചീത്ത പേര്. അത് സാധിക്കില്ല. അപ്പൊ എന്റെ പൊന്നു രേണുസുധി, തനിക്കൊരു സഹായവും ഹെൽപ്പും അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരെ ഇങ്ങനെ പരസ്യമായി അപമാനിക്കാതെ. നമ്മൾ കൊടുത്തിരിക്കുന്ന മേക്ക് ഓവർ ശരിക്കും ഫസ്റ്റിൽ ഞങ്ങൾ മൈക്രോ ബ്ലേഡിംഗ് ആണ് ചെയ്തത്. മൈക്രോ ബ്ലേഡിംഗ് ചെയ്ത് ഐബ്രോസ് നമ്മളൊന്ന് ഷാർപ്പൻ ചെയ്ത് ഐബ്രോസ് ചെയ്യുമ്പോൾ തന്നെ ഒരു പകുതി മേക്ക് ഓവർ കഴിഞ്ഞിട്ടുണ്ടോ ഒരാളുടെ. അതിനുശേഷം നമ്മൾ സ്കിൻ വൈറ്റനിങ് ആണ്. സ്കിൻ വൈറ്റനിങ്ങിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മൾ 2 ദിവസം മുന്നേ നമ്മുടെ ഹെയർ എക്സ്റ്റൻഷനും കൂടെ ചെയ്തിട്ടുണ്ട്. അതിന് 3 സർവീസ് മാത്രമാണ് നമ്മൾ മൈക്രോ ഇത് റേണുവിന് കൊടുത്തത്. എന്താ സംഭവം എന്ന് മനസ്സിലായോ? നമ്മൾ രേണുസുധിക്ക് ഒരു മേക്ക് ഓവർ നൽകിയ, അതായത് കുറെ കാര്യങ്ങൾ അവിടെ ചെയ്തുല്ലോ രേണുസുധി എന്ന് പറയുന്ന വ്യക്തി. അതെല്ലാം ചെയ്തു കൊടുത്തത് ആരാണ് എന്നുള്ളതാണ്. അത് റോമ കോസ്മെറ്റിക്സ്. അവര് പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളാണ്. രേണുസുധിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അവർ ചെയ്തു കൊടുത്തത് എന്നുള്ളത്. അതിന് 3 കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മൈക്രോ ബ്ലേഡിംഗ് ചെയ്തു, അതിനുശേഷം വൈറ്റനിങ് ട്രീറ്റ്മെന്റ് ചെയ്തു, പിന്നെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു. അതും ഇൻവിസിബിൾ ആയിട്ടുള്ള ഹെയർ എക്സ്റ്റൻഷൻ ആണ് ചെയ്തത്. അങ്ങനെ ഒരു മേക്ക് ഓവർ ആണ് രേണുസുധിക്ക് നടത്തിയത് താങ്കൾ എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അവർ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ആർക്കും ചെയ്തു കൊടുക്കാൻ താല്പര്യമുള്ള ആളല്ല, ഞങ്ങൾ അങ്ങനെ കൊളാബ് ചെയ്തു കൊടുക്കാറില്ല. 8 വർഷത്തോളമായി ഈ സ്ഥാപനം നടത്തുന്നു. പക്ഷെ ഇതിനിടയിൽ ഒരു 2-3 കൊളാബ് മാത്രമാണ് ഞങ്ങൾ നടത്തി കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാണ് രേണുസുധി. രേണുസുധിക്ക് ഇത് ചെയ്തു കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് സോഷ്യൽ മീഡിയയിൽ നേരിടുന്ന ഒരുപാട് സൈബർ ബുള്ളിങ്ങും പിന്നെ ബോഡി ഷേമിങ്ങും ഒക്കെ ഉള്ളത് കാരണം അവർക്കൊരു മേക്ക് ഓവർ കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ വിളിച്ച് ഒരു മേക്ക് ഓവർ കൊടുത്തത്. ഈ 3 കാര്യങ്ങളാണ് അവർക്ക് ചെയ്തു കൊടുത്തത്. അതിനുശേഷം അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ലെവലിൽ കൂടി എന്ന് പറയുന്നുണ്ട്. ഒരു ഡിഫക്റ്റിനെയൊക്കെ വെച്ചിട്ട് മറ്റുള്ളൊരു പ്രത്യേകിച്ച് ബോഡി ഷേവിംഗ് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഈ കുട്ടിക്ക് ഒരു ചെറിയൊരു മേക്ക് ഓവർ എന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ചെയ്യുന്നു. ഒന്നുകൂടെ കോൺഫിഡൻസ് ലെവൽ കൂടി പുള്ളിക്കാരിക്ക്. അപ്പൊ ഇത് സംഭവം കണ്ടില്ലേ? ഇതിനുശേഷം രേണുസുധി പറയുന്നുണ്ട്, എനിക്ക് നീട്ടുള്ള മുടി ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് വെച്ചപ്പോ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ മേഡം തന്നെ പറയുന്നുണ്ട്, ഇവരുടെ ഹെയർ സ്റ്റൈലൊക്കെ ഞാനൊന്ന് മാറ്റി മുകളിലേക്കൊന്ന് വൃത്തിയിൽ കെട്ടുന്ന രീതിയിലൊക്കെ ആക്കി എന്ന് ഈ മേഡം തന്നെ പറയുന്നുണ്ട്. അവിടെ മേക്ക് ഓവർ നടത്തിയ രേണുസുധിയുടെ ആ ഫോട്ടോയും വീഡിയോയും കണ്ടുകഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു ഗംഭീര മേക്ക് ഓവർ തന്നെയായിരുന്നു. ഇല്ലെന്ന് ഞാൻ പറയില്ല, നല്ല രസമുണ്ടായിരുന്നു. ആ മുടിയൊക്കെ കെട്ടിവെച്ച് നല്ല നീറ്റായിട്ട് നിൽക്കുന്ന രേണുസുധിനെ കാണാനായിട്ട് അത്യാവശ്യം വൃത്തിയുണ്ടായിരുന്നു. ഇല്ലെന്ന് ഞാൻ ഒരിക്കലും നോക്ക്, നിങ്ങൾ നോർമൽ രീതിയിൽ തന്നെ അവരൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എൻപോർഷൻ ഒന്നും ട്രിം ചെയ്തിട്ടില്ല. ആ ഹെയർ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കാം. ഇതിപ്പോൾ ഇൻവിസിബിൾ ഹെയർ എക്സ്റ്റൻഷൻ ആണ് വെച്ചിരിക്കുന്നത്. ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിനുശേഷം എന്താണ് സംഭവിച്ചത്? ബിഗ് ബോസിൽ വന്നതിന് ശേഷം രേണുസുധി ഈ തന്ന മേക്ക് ഓവറിനെ ഇല്ലാതാക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിനെ പക്ക നെഗറ്റീവ് ആവുന്നതിന്റെ തരത്തിൽ ഒരു വീഡിയോയില് പ്രത്യക്ഷപ്പെട്ടു. അതായത് വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിലെ ലൈവിലിരുന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയില് ലൈവിലിരുന്ന് ഈ വക കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് ലോകത്തെമ്പാടും എത്തുന്ന കാര്യമാണെന്ന് അറിയാലോ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലാവുന്ന കാര്യമാണ്, ഒരുപാട് പേരിൽ എത്തുന്ന കാര്യമാണ്. അപ്പോ അവിടെ വെച്ചാണ് രേണുസുധി ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തത് എന്നുള്ളത് ഒരുവിധം പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ വീഡിയോ, അതായത് ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതിന് ശേഷം ഈ മേക്ക് ഓവർ നടത്തിയതിന് ശേഷമുള്ള വീഡിയോ പമ്പിച്ച അത്രയും ഹിറ്റില്, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഫേമസ് ആയി ആ വീഡിയോ എന്ന് പറയുന്നത് വൈറലായ ഒരു വീഡിയോ തന്നെയായിരുന്നു. ആ വീഡിയോയില് ഇപ്പൊ ഇത്രയും വൈറലായ വീഡിയോയില് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ രേണുസുധി തന്നെ ബിഗ് ബോസിനുള്ളിൽ വന്നിട്ട് ഇത് മാറ്റി പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത്. കണ്ടില്ല, എന്റെ മുടി ആകെ വൃത്തികേടായി, ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരാണ്, ഒട്ടും പറ്റുന്നില്ല, അത് എനിക്ക് ഏത് നേരെ തലയിൽ ഞാൻ കൈവച്ച് നടക്കുന്നത് കണ്ട് എല്ലാവരും പേനാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ എടുത്തു തരുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇത് പേനൊന്നുമല്ല, ഇത് ഈ സാധനം ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നതാണ്. കണ്ടില്ല, ഇതാകെ വിട്ടു വന്നു തുടങ്ങി കയ്യിലിങ്ങനെ ഊരി വരാണ് എന്നൊക്കെയാണ് രേണുസുധി അവിടെ നിന്ന് പറഞ്ഞത്. ഇപ്പോ ഇത് ആർക്കാണ് നെഗറ്റീവായിട്ട് ബാധിച്ചത്? റോമ കോസ്മെറ്റിക്സിനാണെന്ന് ഞാൻ പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണല്ലോ ഇത് ചെയ്തു കൊടുത്തത്. ഇവരിത് ചെയ്തു കൊടുത്ത് എന്റെ കൊളാബ് ചെയ്തതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. അതിനുശേഷം ബിഗ് ബോസ് എന്നുള്ള ഷോയിൽ വന്നിരുന്നിട്ട് പറയാണ്, ഇത് എനിക്ക് ഊരി വന്നിട്ട് വയ്യ, ഒട്ടും നല്ലതാവുന്നില്ല, ഒക്കെ പൊട്ടി പൊട്ടി പോകുന്നു. ഇപ്പോ കോസ്മെറ്റിക്സിന്റെ ആ
ആൾക്കാണ് ഇതിന്റെ നെഗറ്റീവ്സ് മുഴുവൻ വന്നിരിക്കുന്നത്. അവിടെ വന്ന് ചെയ്യുന്നവർ ഇതിന് മുഴുവൻ പൊട്ടി പൊട്ടി പോകുമോ എന്നുള്ള ഒരു ചിന്ത വരും. അവർ തന്നെ പറയുന്നുണ്ട് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഹെയർ എക്സ്റ്റൻഷൻ ആണ് ചെയ്തു കൊടുത്തത് രേണുസുതിക്ക് എന്ന്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്രയും അത്യാവശ്യമുള്ള കാര്യമാണ്. രേണുസുതി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് രേണുസുതിക്ക് അത് സംഭവിച്ചത്. ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് എനിക്കും ഇതല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്കും വെക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാനും ഇതിനെക്കുറിച്ച് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് വെക്കുന്നതോടൊപ്പം തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ചീർപ്പ് കൊണ്ട് മുടി ഈരുന്നത് പോലും അത്ര ശ്രദ്ധിച്ചിട്ട് വേണം. രാത്രിയൊക്കെ ജട പിടിക്കാതെ അതുപോലെ ക്ലീനാക്കി കെട്ടിവെക്കണം. പിന്നെ കുളിക്കുന്നത് പോലും അത്ര ശ്രദ്ധിച്ചിട്ട് വേണം. ഒക്കേത്തിനും ഭയങ്കര കെയറിങ് ആണ്. അതുപോലെ തന്നെ 2-3 മാസം കൂടുന്ന സമയത്ത് നമ്മൾ അവിടെ പോയി ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം. ട്രീറ്റ്മെന്റ് മീൻസ് അതും എന്തൊക്കെ ചെയ്യാനുണ്ട്, ഇതൊക്കെ ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ ഇത് നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ട സമയത്ത് ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ കൊണ്ടു നടക്കുന്ന രേണുസുതിക്ക് അത് ഊരിപ്പോരുന്നു എന്ന് പറയാനായിട്ട് യാതൊരു യോഗ്യതയില്ല. കാരണം അങ്ങേരത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അവളത് മെയിൻറ്റെയിൻ ചെയ്താലല്ലേ അത് നല്ല രീതിയിൽ ഇരിക്കുള്ളൂ. ആ മെയിൻറ്റെയിൻ ചെയ്യാത്ത ആ സാധനം പൊട്ടിപ്പോകുന്നു അല്ലെങ്കിൽ ഊരി വരുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ അവിടെ മോശമായി പോയത് ഈ പറഞ്ഞ കൊളാബ് ചെയ്തു കൊടുത്ത ആ സ്ഥാപനത്തിനാണ് മോശക്കേട് വന്നത് എന്ന് പറയേണ്ടി വരും. അവർ തന്നെ രംഗത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നീറ്റായിട്ട് നോക്കണം, വൃത്തി വേണം, അതൊക്കെ ക്ലീൻ ആയിട്ട് ചെയ്താൽ മാത്രമേ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അത് പറ്റുള്ളൂ എന്ന് അവർ തന്നെ രംഗത്തെത്തി പറയേണ്ട സിറ്റുവേഷൻ വന്നു. ഇപ്പോൾ രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് അതിന്റെ ഇറിറ്റേഷൻ വന്നപ്പോൾ അല്ലെങ്കിൽ അത് ശരിയാവുന്നില്ല എന്ന് തോന്നിയപ്പോൾ ലൈവിലിരുന്ന് പറഞ്ഞതാവാം. പക്ഷേ എന്നിരുന്നാൽ പോലും തനിക്ക് കൊളാബ് ചെയ്ത് തരികയും തനിക്ക് ഇത്രയും ഒരു മേക്ക് ഓവർ നടത്തി തരികയും ചെയ്ത ഒരു സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യുന്ന പോലെ ആയിപ്പോയി രേണുസുധീർ അവിടെ ഇരുന്ന് ലൈവിൽ ഇരുന്നുകൊണ്ടുള്ള ആ സംസാരം എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. വീട് പണിത് കൊടുത്തവരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു, മതിൽ കൊടുത്ത് പണിതവരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു, അങ്ങനെ സഹായം ചെയ്തവരെ ഒക്കെ നെഗറ്റീവ് ഇമേജ് ആണ് ഉണ്ടായിട്ടുള്ളത് രേണുസുധിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ രേണുസുധിക്ക് ഒരു മേക്ക് ഓവർ കൊടുത്ത് അവരെ മൊത്തത്തിൽ അടിമുടി ഒന്ന് മാറ്റി നല്ല രീതിയിൽ ആക്കി കൊടുത്താൽ അവർക്കും ഇപ്പൊ കിട്ടിയത് എന്താണ്? ആഹാ, നല്ല ചീത്ത പേര്. അല്ലാതെ പിന്നെ എന്താ പറയാ, അതാണല്ലോ ഇപ്പൊ ഇതുമൂലം കിട്ടിയത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്റെ പൊന്നു രേണുസുധി, തനിക്കൊരു സഹായവും ഹെൽപ്പും അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരെ ഇങ്ങനെ പരസ്യമായി അപമാനിക്കാതെ, ഇതിപ്പോ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വായിൽ നിന്ന് ഇത് വീണത് മൂലം ആ കോസ്മെറ്റിക്സ് ആ സ്ഥാപനത്തിനെയാണ് ഇതിന്റെ മോശപ്പേര് വന്നത്. ഒരുപാട് പേര് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അയ്യോ ഇത്രയും കാശ് കൊടുത്ത് നമ്മളിത് പോയി ചെയ്തിട്ട് ഇത് നമ്മൾക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ എങ്ങനെ പോവാൻ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്നൊക്കെ വരും. ഇതൊരു ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ സീസണിലൊക്കെ ജാസ്മിനും നോറയും ഒക്കെ ഇത് ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അത് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നീട് പുറത്തിറങ്ങിയതിന് ശേഷം അവരതൊക്കെ റിമൂവ് ചെയ്തും കളഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കെയർ ചെയ്ത് കൊണ്ടു നടക്കാൻ കഴിയുന്നവർക്ക് മാത്രം വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിങ്ങോട്ട് വന്നിട്ട് ആ സ്ഥാപനത്തിന് മോശമാവുന്ന രീതിയിൽ അവിടെ നിന്ന് ഡയലോഗുകളും കാര്യങ്ങളും പറഞ്ഞ് ഇപ്പൊ ആ സ്ഥാപനത്തിന് ഒരു ചീത്തപ്പേരുണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെയാണ് നമുക്കറിയാം മുന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളും അറിയാം. ഇതാണ് ഇപ്പൊ രേണുസുധിയെ കൊണ്ടുണ്ടായ ഉപകാരം എന്ന് പറയേണ്ടി വരും. അതായത് സഹായിച്ചവർക്ക് മുഴുവൻ അറിഞ്ഞോ അറിയാതെയോ രേണുസുധി മൂലം ദ്രോഹമാണ് ഉണ്ടായതെന്ന് പറയേണ്ടി വരും.